CPM എം പ്രകാശ് മാസ്റ്റർ, നിങ്ങൾ കൃത്യമായി നൽകാത്തതാണ് ഇതിനൊക്കെ കാരണം എന്ന ഒറ്റ വാദത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. കേരളത്തിൻ്റെ അവകാശങ്ങൾ VGF ഫണ്ടിൻ്റെ വിഷയത്തിൽ, വയനാടിൻ്റെ വിഷയത്തിൽ നൽകിയില്ല എന്ന് പറയുന്നു. പക്ഷേ VGFൻ്റെ കാര്യത്തിൽ, അതായത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഗ്രാൻഡായി അനുവദിക്കുന്ന മാനദണ്ഡം ലംഘിച്ച് അത് കടമാകുന്നു. 817 കോടിക്ക് 12,000 കോടി രൂപ കടം നൽകേണ്ടി വരുന്നു തിരിച്ച് സംസ്ഥാനം. മാത്രമല്ല, ഈ തുറമുഖം കൊണ്ട്, വിഴിഞ്ഞം തുറമുഖം എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രകൃതി സാധ്യതകളുള്ള ആ തുറമുഖം, അതിൻ്റെ 60 പൈസ കേന്ദ്രം കൊണ്ടുപോകുമ്പോൾ 3 പൈസ മാത്രമാണ് അത് ഫുൾ സ്വിങ്ങിലായാൽ കേരളത്തിൽ ലഭിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വസ്തുത അവിടെ നിൽക്കുകയാണ് VGF ഫണ്ടിൻ്റെ കാര്യത്തിലടക്കം. അപ്പോൾ ഇതൊരു നിരന്തര പ്രക്രിയയായി വരുന്നു. പക്ഷെ അത് നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്, നിങ്ങളുടെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് BJP വീണ്ടും വീണ്ടും വാദിക്കുന്നത്. എം പ്രകാശൻ മാസ്റ്റർ, ഇതിൽ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരും അവരുടെ വക്താക്കളും ഈ വാദങ്ങൾ കൊണ്ട് എത്രമാത്രം പരിഹാസ്യമാവുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. BJPയും അതിൻ്റെ നേതാക്കന്മാരും കേരളത്തോട് കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ പ്രകടമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ രാജ്യത്തിലെ നിരവധി നിയമസഭകളിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ നിയമസഭയിൽ വലിയ കയ്യാങ്കളി നടന്നിട്ടുണ്ട്, പരസ്പരം കസേരയേറുകൾ നടന്നിട്ടുണ്ട്, പരസ്പരം ചെരിപ്പേറ് നടന്നിട്ടുണ്ട്. BJPയുടെ ആളുകൾ അത്തരം സ്ഥലങ്ങളിൽ നിയമസഭയിൽ വെച്ച് പരിക്കേറ്റ് MLA കൊണ്ടുപോയതിൻ്റെ ചിത്രമുണ്ടല്ലോ ഈ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് കേരളത്തിലെ നിയമസഭയിൽ നടന്നിരിക്കുന്ന എന്തോ ഒരു കാര്യത്തെ അതാണ് ഈ രാജ്യത്താകെ ഏറ്റവും വലിയ സംഭവം എന്നതിലേക്ക് ചിത്രീകരിക്കാൻ വിഷ്ണു ശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ എവിടെയും കേസില്ല? രാജ്യത്തെവിടെയും നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കേസ് കൊടുക്കാൻ അവിടെ ഭരിച്ച ഒരു ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നിട്ടില്ല, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒഴിച്ച്. അതുകൊണ്ടാണ് വിഷയം കേരളത്തിൽ കോടതിയിൽ വന്നത്. അല്ലാതെ ലെജിസ്ലേച്ചറിൽ ഈ പറയുന്ന നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ തീർക്കേണ്ട വിഷയമാണ്. ഒരിക്കലും കോടതിയിൽ പോകേണ്ട കാര്യമില്ല, അതുപോലെ പോലീസിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് പോലീസിന് കൊടുക്കാൻ UDFൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ചത് കൊണ്ടാണ് ആ വിഷയം മാത്രം ഇന്ന് പോലീസിനകത്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എന്തൊരു അന്യായമാണ് ഈ കേരളത്തോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കണക്കുകളെല്ലാം കോടതിയിൽ പറഞ്ഞല്ലോ. കോടതി പറഞ്ഞിരിക്കുന്ന 2 വാചകം ഞാൻ വായിക്കാം. വിഷ്ണുവിന് ഇംഗ്ലീഷ് അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. It is decided the central government to observe the principles of cooperative federalism and help the state government at times like this. It is called cooperative federalism. If the state is in emergency and needs fund, who else will be state asked? Your norms like utilization certificate are procedural norms and this is an emergency. You have to make an exception in emergency. ഇത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി. ഇത് വിഷ്ണുവിന് മനസ്സിലാവുമല്ലോ. ഈ കണക്കെല്ലാം കേരള ഗവൺമെൻറ് കൊടുത്ത കണക്കെല്ലാം പരിശോധിച്ചു, കേന്ദ്രത്തിന് വേണ്ടിയുള്ള വക്കീൽ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. അതിനുശേഷം ഇത്തരം സന്ദർഭങ്ങളിൽ കേരളത്തെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് എന്ന് കൃത്യമായി ഓപ്പൺ കോർട്ടിൽ കേരളത്തിലെ ജഡ്ജി പറഞ്ഞു ഹൈക്കോടതിയിൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ലേ? ചെലവ് വഹിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് കോടതിയിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കോടതി പറഞ്ഞല്ലോ. എല്ലാറ്റിനെയും ചെലവ് മാത്രമല്ല, ഇനി കേരള ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഈ ഫണ്ടിനകത്ത് ആകെയുള്ള പണം എത്രയാണ് എന്നുള്ളത് കൃത്യമായ നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കേവലം 61 കോടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളത് കൃത്യമായ നിലയ്ക്ക് കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പൈസയും കൊടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റ് പറഞ്ഞ് 153.8 കോടി ഉറുപ്പിക ഞങ്ങൾ കേരളത്തിന് കൊടുത്തു. എന്നാൽ അവർ അയച്ചിരിക്കുന്ന കത്ത് പരിശോധിക്കുമ്പോൾ എന്താ കാണാൻ വേണ്ടി കഴിയുക? ആ കത്തിലെ ഒരു വാക്ക് ഞാൻ വായിക്കാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഈ കഴിഞ്ഞ 28/11/24 ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന കത്ത് ഒറ്റ വാചകം ഞാൻ വായിക്കാം. യെസ്, ദ എമൗണ്ട് ഓഫ് ₹153.467 crores approved by the HLC from NDRF is less than 50% of the balance available in the SDRF account. The net outgo from the NDRF will be nil for instant calamity in state government. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ കലാമിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൈസ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കത്താണ്. 28/11/24 അയച്ച കത്ത്. അപ്പോൾ പൈസ കൊടുത്തു എന്ന് പറയുന്നത് എന്തിനു വിലയാ? പിന്നെ ഈ പുതുതായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്ന VGF, ഞാനിവിടെ BJP പ്രതിയോട് ചോദിക്കട്ടെ, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്നത് നേരത്തെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകൾക്ക് പ്രോജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഫണ്ടിൽ എന്തെങ്കിലും ഒരു നിബന്ധന ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ഒരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നേരത്തെ നമ്മുടെ കൊച്ചി തുറമുഖത്തിന് ഈ പറയുന്ന ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അന്ന് യാതൊരു നിലക്കുമുള്ള ഈ നിബന്ധന ഉണ്ടായിട്ടില്ലല്ലോ.
തൂത്തുക്കുടി തുറമുഖത്തിന് കൃത്യമായ നിലയ്ക്ക് VGF കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ നിബന്ധന ഉണ്ടായിരുന്നോ? ഒരു നിബന്ധനയുമില്ല. കാരണം VGF എന്ന് പറയുന്നത് അതിന് നോംസ് അനുസരിച്ച് അതൊരു ഗ്രാൻഡാണ്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് തീരുമാനിച്ച കാര്യം എന്താ? കേന്ദ്രവും അതുപോലെ സ്റ്റേറ്റും തുല്യസംഖ്യയായിട്ട് VGF കൊടുക്കണം. ഞങ്ങളുമായിട്ട് ആലോചിച്ചിട്ടല്ല, ആലോചിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും അദാനി കമ്പനിയും അതുപോലെ കടം കൊടുക്കുന്ന ബാങ്കുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ്. കേരള ഗവൺമെൻറ്റുമായിട്ട് ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും കേരള ഗവൺമെൻറ് സമ്മതിച്ചു കേന്ദ്രം കൊടുക്കുന്ന അതേ നിലക്കുള്ള VGF ഞങ്ങൾ കൊടുക്കാം. 817.80 കോടി കേന്ദ്രവും 817.20 കോടി കേരളവും. അത് കൊടുക്കുന്നില്ല. അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചത്. ആ കത്തിൻ്റെ മറുപടിയിൽ ഇപ്പം എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഈ പണം തരാം, പക്ഷേ ലാഭം ഉണ്ടാകുന്ന സമയത്ത് ആ ലാഭത്തിൻ്റെ 20% ഞങ്ങൾക്ക് തരണം. ആകെ ഇങ്ങോട്ട് തരുന്നത് 817.2 അവർക്ക് തിരിച്ചെടുക്കുന്നത് 10,000-12,000 കോടിയാണ്. എന്തൊരു വിചിത്രമായ ന്യായമാണിത്! ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റുകളോട് ഇത്തരം ന്യായം സ്വീകരിച്ചിട്ടുണ്ടോ? അവർ തികഞ്ഞ അന്യായം എന്ന് പറയാൻ കഴിയില്ല. ശത്രുരാജ്യത്തോട് കാണിക്കുന്ന മര്യാദ പോലും കാണിക്കുന്നില്ല കേന്ദ്ര ദിവസം ജോൺ ബ്രിട്ടാസ് MP പറയുകയും ചെയ്തു. കാരണം ബ്രിട്ടീഷുകാർ പോലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് ചെയ്യാത്ത ക്രൂരതയാണ് കേരളത്തോട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതേ വാക്കുകൾ തീർച്ചയായും അത് കൂടുതൽ പ്രസക്തമാണ്.